മലയാളി പൊതുവെ മലയാളി ജാതിയെ മറികടന്നു എന്ന് പറയുന്നു, മലയാളി 916 പുരോഗമനകാരികളാണെന്ന് പറയുന്നു. ഇതൊന്നും അല്ല എന്ന് വീണ്ടും വീണ്ടും ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ ഈ ഹിംസയ്ക്ക് നേതൃത്വം വഹിച്ചവരെല്ലാം തന്നെ അതിശക്തമായ ജാതി മേൽക്കോയ്മവാദികളും അവർ ഹിന്ദുത്വ വംശീയ പൊതുബോധം പേർന്നവരുമാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ലോകം മുഴുവൻ തിരിച്ചറിയണം. ടി എസ് ശ്യാംകുമാർ, ഇപ്പോൾ എന്തിന്റെ പേരിലൊക്കെയാണ് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലുന്നത് എന്നറിയില്ല. അപ്പോൾ ബംഗ്ലാദേശിയാണ് എന്ന കുറ്റം ചാർത്തിക്കൊണ്ട് അത് ചോദിച്ചുകൊണ്ട് ആവർത്തിച്ച് തല്ലിക്കൊന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 മണിക്കൂർ നോക്കൂ, ഒരു മനുഷ്യന് പോലും മതി എന്ന് തോന്നുന്നില്ല. തല്ലണമെന്ന് തോന്നി, കൊല്ലണമെന്ന് തോന്നി എന്നുള്ളതൊന്നുമല്ല, ഇത് മതി, ഇതൊരു മനുഷ്യ ശരീരമാണല്ലോ, ചോര കാണുന്നുണ്ടല്ലോ, ഇത് മതി എന്നീ 3 മണിക്കൂറിനിടയ്ക്ക് ഒരാൾക്ക് പോലും തോന്നിയില്ല എന്നുള്ളതാണ്. ബംഗ്ലാദേശിയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഐഡന്റിറ്റിയാണ് എന്ന് പറയുന്നു. ഇത് നോക്കൂ, ഇയാളുടെ പേരും റാം എന്നാണ്, അതായത് ആർക്കും വേണ്ടാത്ത ഒരു റാം. തല്ലിക്കൊന്ന് എനിക്ക് തോന്നുന്നു മരണമെന്ന് പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. തല്ലേറ്റുവാങ്ങുന്ന, കൊല്ലപ്പെടുന്ന, ചവിട്ടേറ്റുവാങ്ങുന്ന, വഴിയരികിൽ ചത്ത് കിടക്കുന്ന, മരിച്ചു എന്നൊന്നും പറയാനുള്ള അഭിമാനബോധം അല്ലെങ്കിൽ ആത്മാഭിമാനം നമ്മൾ ആർക്കും അനുവദിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ആ നിലയ്ക്കുള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലും തരത്തിലുള്ള തേജസ്സോ ദൈവ തേജസ്സോ ഒന്നും അർഹപ്പെടാൻ കഴിയാത്ത ഒരു സാധു മനുഷ്യനോട് എങ്ങനെയാണ് ഒരു സമൂഹത്തിന് മുഴുവനായും ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്? ഇവിടെ ഇരിക്കുന്നത് വളരെ ലജ്ജയോടുകൂടിയും അങ്ങേയറ്റം മുറിവേറ്റ മനസ്സോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഈ സന്ദർഭത്തിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്ന് വിചാരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷൻ കമ്മിറ്റി ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ഒരു ആക്ഷൻ കമ്മിറ്റി വേണ്ടി വന്നു മലയാളി സമൂഹത്തിൽ, കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി, അതിന് മുൻകൈ എടുക്കുവാൻ വേണ്ടി ഒരു ആക്ഷൻ കമ്മിറ്റി വേണ്ടി വരുന്നു എന്നുള്ള കാര്യത്തിൽ തന്നെ മലയാളി സമൂഹം ലജ്ജിക്കണം, കേരള സമൂഹവും ലജ്ജിക്കണം. കാരണം ഒരു ആക്ഷൻ കമ്മിറ്റി ഇല്ലാതെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ അടിയന്തരമായ നടപടികൾ യഥാർത്ഥത്തിൽ ഭരണകൂടം കൈക്കൊള്ളേണ്ടതാണ്. അത് ആക്ഷൻ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷമോ അവരുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടോ ഇടപെടേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് ആമുഖമായി തന്നെ സൂചിപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, മലയാളിയുടെ പരിഷ്കൃതത്വവും മലയാളി കൊണ്ടു നടക്കുന്ന പുരോഗമനവും ഒക്കെ തന്നെ എത്രമാത്രം കാപട്യപൂർണമാണ് എന്ന് വ്യക്തമാക്കുന്നൊരു സന്ദർഭം കൂടിയാണ് ഈ രാംനാരായണൻ ഏൽക്കേണ്ടി വന്ന അതിക്രൂരമായ ഹീനമായ ഈ ഹിംസ എന്ന് പറയുന്നത്. കാരണം മലയാളി പൊതുവെ മലയാളി ജാതിയെ മറികടന്നു എന്ന് പറയുന്നു, മലയാളി 916 പുരോഗമനകാരികളാണെന്ന് പറയുന്നു. ഇതൊന്നും അല്ല എന്ന് വീണ്ടും വീണ്ടും ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുന്നൊരു സന്ദർഭം കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു ബംഗ്ലാദേശി മുസ്ലിം ആണെന്നതിൻ്റെ പേരിലാണ് ഇത്ര ക്രൂരമായ ആക്രമണത്തിന് വിധേയമാണ്. യഥാർത്ഥത്തിൽ ഇതിന് ആൾക്കൂട്ടാക്രമണം എന്ന് പറയുന്ന ഒരു പദത്തിന് പോലും, ഒരു പ്രയോഗത്തിന് പോലും അർഹമല്ല. യഥാർത്ഥത്തിൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് വംശീയ വിദ്വേഷ കൊലപാതകം എന്നാണ്. ഇതിനെ അത്ര ഹീനമായ ജാതി വിദ്വേഷ വംശീയ കൊലപാതകമാണ് യഥാർത്ഥത്തിൽ അവിടെ അരങ്ങേറിയത് എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യൻ ബംഗ്ലാദേശി ആണെന്നതിൻ്റെ പേരിൽ, മുസ്ലിം ആണെന്നതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മണ്ണിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളത് കേരള മണ്ണിൽ പടർന്നു പന്തലിച്ചിട്ടുള്ള ഇസ്ലാമോഫോബിയയുടെയും മുസ്ലിം വെറുപ്പിൻ്റെയും ആഴവും പടർപ്പും കൂടിയാണ് ഈ സന്ദർഭം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ഇത് വേറെ ഒരു കേവലം വിഷയം മാത്രമല്ല. തന്നെയല്ല, പാലക്കാട് എന്തുകൊണ്ടാണ് ഹിന്ദുത്വ ശക്തികളുടെ ഈ വർദ്ധിച്ചു വരുന്നത്? അത് ഇലക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും കൊള്ളാം, മറ്റേതെങ്കിലും തരത്തിൽ സാംസ്കാരികമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും കൊള്ളാം, എന്തുകൊണ്ട് ഹിന്ദുത്വ വലത്തുപക്ഷ ഒരു പൊതുബോധമായി അഗാധമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു തെളിവ് രൂപം കൂടിയായി ഈ സന്ദർഭം നമ്മുടെ ഈ രാംനാരായണൻ്റെ ആ ഹിംസാത്മകമായ മരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ തല്ലി കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് മുസ്ലിം വെറുപ്പിൻ്റെ ഒരു അനന്തര ഫലമായിട്ട് കൂടിയാണെന്നുള്ളത് നമ്മൾ വിലയിരുത്തിയില്ലെങ്കിൽ കേരള സമൂഹത്തെ നമ്മൾ പഠിക്കാൻ ഇനി ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരാൾ ബംഗ്ലാദേശി ആണെങ്കിൽ, ഒരാൾ മുസ്ലിം ആണെങ്കിൽ അയാൾ തല്ലിക്കൊല്ലപ്പെടാൻ യോഗ്യനാണ് എന്ന് മലയാളികൾ കരുതുന്നുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഒരു അനധികൃത കുടിയേറ്റക്കാരനോ അല്ലെങ്കിൽ മറ്റ് നിയമം കൈകാര്യം ലംഘിക്കുന്ന ആളോ ആരുമാകട്ടെ തല്ലിക്കൊന്നുകളയാമെന്ന് വിചാരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? നാട്ടിൽ നിയമമില്ല എന്ന ബോധ്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ നിയമമാണ് ഇവിടെ വാഴേണ്ടത് എന്ന് പറയുന്ന ഒരു തരം തിണ്ണമെടുക്കും, തൻ്റെ ഇടവും നിയമത്തെ ബഹുമാനമില്ലായ്മയും ഒക്കെ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഉണ്ടാവുക?
ആ പൊതുബോധം, അതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുത്വ പൊതുബോധം ആണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത് പറഞ്ഞ എന്താണ്, ഇത് ഹിന്ദു രാഷ്ട്രമാണ്, അതിന് ഞങ്ങൾക്ക് ഭരണഘടനയുടെ അനുവാദമൊന്നും വേണ്ട, ഭരണഘടനയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യവും ഇല്ലാതെ തന്നെ ഇത് ഹിന്ദു രാഷ്ട്രമാണെന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ ചേർത്ത് വായിച്ചാൽ ഇതിൻ്റെ അപകടം മനസ്സിലാകും. അഖ്ലാഖിനെ തല്ലിക്കൊന്നിട്ട് ആ അഖ്ലാഖിൻ്റെ കുടുംബത്തിന് ആ ഗ്രാമത്തിൽ ഇപ്പോഴും പ്രവേശിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രതികൾ മുഴുവൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവർത്തിക്കുന്ന പൊതുബോധം എന്താണ്? തല്ലിക്കൊല്ലപ്പെട്ട അഖ്ലാഖ് വീണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബം വീണ്ടും കുറ്റവാളിയാക്കപ്പെടുന്നു. പക്ഷേ പ്രതികൾ വളരെ സ്വൈരവിഹാരം നടത്തുന്നു. ഈ സാഹചര്യം ഇന്ത്യയിലാണ്. അത് കേരളത്തിൻ്റെ മണ്ണിലും ഈ ഹിന്ദുത്വ വംശീയ പൊതുബോധം, ഹിന്ദുത്വ വംശീയ ആക്രമണ ഹിംസ വളരെ ആഴത്തിൽ കേരളത്തിൻ്റെ മണ്ണിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായിട്ട് ചേർത്ത് വെക്കേണ്ടത്, കേരളത്തിൻ്റെ മണ്ണിൽ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ പതിഞ്ഞ ഇസ്ലാമോഫോബിയ ഉണ്ട്, മുസ്ലിം വെറുപ്പുണ്ട്. ആ മുസ്ലിം വെറുപ്പും ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനം ആ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് ഈ രാംനാരായണൻ ഇത്രയധികം ക്രൂരമായി വധിക്കപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രപരമായ സാംസ്കാരികമായ കാരണങ്ങൾ നമുക്ക് പിടികിട്ടാതെ വരുമെന്നുള്ളത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശി മുസ്ലിം ആണെന്നതിൻ്റെ പേരിൽ അയാൾ തല്ലിക്കൊല്ലപ്പെടുന്നത്. മറ്റാരെങ്കിലും ആണെങ്കിൽ ഇത്ര ഒരു ക്രൂരമായ ഹിംസയ്ക്ക് വിധേയമാകപ്പെടത്തില്ല. തന്നെയല്ല, എന്തുകൊണ്ടാണ് ഒരു ആൾക്കൂട്ടത്തിന് മൊത്തം, നമ്മൾ ആൾക്കൂട്ടം എന്ന് പറയുന്നതിൽ തന്നെ വലിയ പ്രശ്നമുണ്ട്. ഈ ഹിംസയ്ക്ക് നേതൃത്വം വഹിച്ചവരെല്ലാം തന്നെ അതിശക്തമായ ജാതി മേൽക്കോയ്മവാദികളും അവർ ഹിന്ദുത്വ വംശീയ പൊതുബോധം പേർന്നവരുമാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ലോകം മുഴുവൻ തിരിച്ചറിയണം. കേരളം എന്ന് പറയുന്നത് അത്ര പുരോഗമനപരമായ ഒരു സ്ഥലമല്ലെന്നും അത്ര പുരോഗമനപരമായ ഒരു ഇടമല്ലെന്നും ജാതി വംശീയത കൊടികുത്തി വാഴുന്നൊരു സ്ഥലം കൂടിയാണ് കേരളമെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് മനസ്സിലാക്കാതെ പോകരുത്. നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു പുരോഗമന മുഖംമൂടിയാണ്. ആ പുരോഗമന മുഖംമൂടിക്കുള്ളിൽ യഥാർത്ഥത്തിലുള്ളത് എന്താണ്? ഈ ജാതി ഹിന്ദുത്വമാണ് ഉള്ളത്. ആ ജാതി ഹിന്ദുത്വമാണ് മധുവിനെ കൊന്നത്. ആ ജാതി വംശീയതയാണ് കേരളത്തിൽ പല സ്ഥലത്തിലും ആദിവാസികളും ദളിതരും ഒക്കെ ആക്രമിക്കപ്പെടുന്നതൊക്കെ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നത്, മുസ്ലിം വെറുപ്പ് സമൂഹത്തിൽ പടരുന്നതൊക്കെ തന്നെ ഹിന്ദുത്വ വംശീയ പൊതുബോധത്തിൽ നിന്നാണ്. അപ്പം ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ഹിംസാത്മകമായിട്ട് അപമാനിക്കപ്പെടുന്നത്, ഇതെല്ലാം നമ്മൾ കാണണം. ഇതൊക്കെ ഒരു പുതിയ സംഭവം മാത്രമല്ല, ഇതൊരു തുടർച്ചയാണ്. ഇത് മുസ്ലിം വെറുപ്പിൽ നിന്ന്, ഇസ്ലാമോഫോബിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സംഗതിയാണെന്നുള്ള ആഴത്തിലുള്ള തിരിച്ചറിവ് നമ്മൾ വന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ ഭാവിയിലെങ്കിലും നമുക്ക് പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ കേരളത്തിന്റെ പറഞ്ഞല്ലോ.